എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മധുരക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സൈഡായിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു വറവാണ് ഉണ്ടാക്കുന്നത്. വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നൈസാക്കിയിട്ട് ഇനി കനം ഉണ്ടായിക്കോട്ടെ, ഇത്ര കനം ഉണ്ടായിക്കോട്ടെ. നമ്മളിത് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ മധുരക്കിഴങ്ങ് നമ്മൾ വട്ടത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല പരട്ടാം. മുളകും പൊടി ആദ്യം നമ്മൾ മുളകും പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് കൂട്ടി തിരുമാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലോണം യോജിപ്പിച്ച് ഇതുമേലൊക്കെ പരട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഇതെല്ലാം നമ്മൾ ഇതുമലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ ചൂടാക്കിയിട്ട് അതിൽ ഇത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് അതിലിട്ടിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ ചുട്ടെടുക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഇനി വറുത്തെടുക്കാം. ഇനി നമ്മൾ പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഓയിലാണെങ്കിലും വിരോധമില്ല, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ നല്ലോണം ഒന്നിങ്ങനെ കണ്ട ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇത് ഓരോന്നോരോന്ന് നമ്മൾ വെച്ചിട്ട് ചെറുതീയിലിട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട്. ഇത് ഒരു പുറം മുരിഞ്ഞ് വരട്ടെ. പിന്നെ നമ്മളുടെ മധുരക്കിഴങ്ങ് ഒരു പുറം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറുപുറം കൂടി പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കത് എടുക്കാം. അങ്ങനെ നമ്മളുടെ മധുരക്കിഴങ്ങ് ഫ്രൈ ആക്കിയത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പടവ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പടവ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ മധുരക്കിഴങ്ങ് എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കറിയുടെ പകരമായിട്ടും വെറുതെ തിന്നാനായിട്ടും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, എരിവുണ്ട്, പിന്നെ ഇളം മധുരമുണ്ട്. നല്ല രുചിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.